ഹലോ ഹായ് നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ കണ്ട കുറച്ച് ഷോർട്ട് ഫിലിംസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. ചില ഷോർട്ട് ഫിലിമുകൾ എനിക്ക് പെർഫോമൻസിൻ്റെ ബേസിൽ ഗംഭീരമായിട്ട് തോന്നി, ചിലത് മേക്കിംഗ് കൊണ്ട് ഗംഭീരമായിട്ട് തോന്നി, ചിലത് നല്ല സൗണ്ടിങ്ങിൽ അവർ ചെയ്തിട്ടുണ്ട്, ചിലത് നല്ല വിഷ്വൽസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ഒത്തു വരുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നിയതുകൊണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഷോർട്ട് ഫിലിമുകളെ കുറിച്ചാണ് പറയുന്നത്. 8 ഷോർട്ട് ഫിലിമുകളാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ കണ്ടത്. ഓരോ ടാബ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുക, ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. പല ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് കണ്ടു തീർത്ത ഷോർട്ട് ഫിലിമുകളാണ്. സോ ഇതിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ കാര്യം ഇന്ന കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ ഈ ഷോർട്ട് ഫിലിം ചെയ്ത ആളുകൾക്ക് യാതൊരു വിഷമവും ഉണ്ടാവരുത്. പിന്നെ ഞാൻ ഈ പറയുന്ന ഇത്രയും ഡീറ്റെയിലിംഗ് ഒന്നും കേൾക്കേണ്ട. ഷോർട്ട് ഫിലിംസിൻ്റെ ലിസ്റ്റാണ് വേണ്ടതെങ്കിൽ ഞാൻ താഴെ ടൈം സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആദ്യത്തെ ഷോർട്ട് ഫിലിം ക്യൂ സ്റ്റുഡിയോൻ്റെ യൂട്യൂബ് ചാനലിലാണ് കിടക്കുന്നത്. ഷഹാബ എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ വൈഷ് ആൻഡ് വൈഭവ്. മ്യൂസിക് ഷാമിലാണ് ചെയ്തിട്ടുള്ളത്. DOP ചെയ്തിട്ടുള്ളത് അശ്വിൻ S ആണ്. സൗണ്ട് ഡിസൈൻ ആൻഡ് മിക്സിംഗ് അതുൽ കൃഷ്ണ, ഷാമിൽ എന്നിവർ ചേർന്നിട്ട്. റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഹൃദ്യരാഗ് സ്റ്റുഡിയോസ് ആണ് കൊച്ചിയിൽ. നിരഞ്ജൻ കുമാറാണ് ഇതിൻ്റെ കളർ ചെയ്തിട്ടുള്ളത്. ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന അമൃത കൃഷ്ണകുമാർ. ആ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഷോർട്ട് ഫിലിം കാണാവുന്നതാണ്. ഈ ഷോർട്ട് ഫിലിമിൽ ഒരു ചെറിയ കാര്യമാണെന്ന് വെച്ചാൽ ഒരു വലിയ ക്രൈം ത്രില്ലർ സിനിമ നമ്മൾ കാണുന്നതിൽ ഒരു ഭയങ്കര ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എലമെൻറ്റിനെ അത് മാത്രമായി ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്, ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു വലിയ കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ ആർട്ടിസ്റ്റ് തന്നെയാണ്. പ്ലസ് ആ ആർട്ടിസ്റ്റിന് അങ്ങനെ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഒരുക്കി കൊടുക്കുന്നത്, തിരക്കഥാകൃത്ത് എഴുതി വെച്ചിരിക്കുന്നതും സംവിധായകൻ അതിന് വേണ്ടി കൊടുക്കുന്നൊരു ടൈം പീരീഡ് ഒക്കെ ഉണ്ടല്ലോ. അതായത് ഈ ഷോട്ട് നമുക്ക് ഇത്രയും വേണം, ഇത്രയും സമയം നമ്മൾ ഈ ആർട്ടിസ്റ്റിന് കൊടുക്കണം, അവർ പെർഫോം ചെയ്യണം എന്ന് പറയുന്ന, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു അഭിനേതാവ് ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ സംവിധായകൻ തന്നെയാണ്. ആ മൂഡ്, ആ ഇമോഷൻ കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവരിൽ നിന്ന് മാക്സിമം എടുക്കുക എന്ന് പറയുന്നത് സംവിധായകൻ്റെ കൂടി ഒരു മിടുക്കാണ്. അമൃത ഗംഭീരമായിട്ട് ആ വേഷത്തിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു വീട്ടമ്മ, മുസ്ലിം സ്ത്രീയാണ്. അവർ ഒരു ദിവസം മാംസം വാങ്ങിച്ച് പുറത്തു പോയി ഇറച്ചി വാങ്ങിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ ഭർത്താവ് മരിച്ചു കിടക്കുന്നതായി കാണപ്പെടുന്നു. അയാളൊരു വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാളുടെ കൂട്ടുകാരും കൂടി ആ വീട്ടിലേക്ക് വരുന്നു. കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടെടുക്കുക എന്ന് പറയുന്നത് ഒരു കേസ് അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഇവരുടെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഇവർ ഈ കൊണ്ടുവന്നിട്ടുള്ള മാംസം കുക്ക് ചെയ്തു. അവർ ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒന്നും പോകാൻ തയ്യാറല്ല, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിച്ച വീടാണെന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതെങ്ങനെ എൻഡ് ചെയ്യുന്നു എന്നുള്ളതും ആ അഭിനേത്രിയുടെ ഈ ഇമോഷണൽ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കൊണ്ട് സംഭവം അടിപൊളിയാണ്. നല്ല പ്രകടനങ്ങളുള്ള ഒരു ഷോർട്ട് ഫിലിം. പക്ഷേ കുറച്ചും കൂടി ക്രിസ്പാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അതിലെ പ്രധാന സംഭവം എന്താണെന്ന് പറയുന്ന ഒരു ഏകദേശ ധാരണ അവിടെ ഇവിടേക്കായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഇനിയും ശോഭനമായ ഒരു ഭാവി ഉണ്ടെന്ന് പറയുന്ന ചില ആൾക്കാർ നമുക്ക് അങ്ങനെയുള്ള പ്രതീക്ഷകൾ തരുമല്ലോ. അങ്ങനെയുള്ള ഷോർട്ട് ഫിലിമുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. രണ്ടാമത്തെ ഷോർട്ട് ഫിലിം ഭാവന സ്റ്റുഡിയോസിൻ്റെ യൂട്യൂബ് ചാനലിലാണുള്ളത്. ഭൂതായനം എന്നാണ് അതിൻ്റെ പേര്. ഡയറക്റ്റഡ് ബൈ ടോണി ഡേവിസ്, റിട്ടൺ ബൈ പ്രതീക് തോമസ്, ഡയലോഗ്സ് ചെയ്തിട്ടുള്ളത് ടീന തോമസ് ആണ്. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ഉമ കുമാരപുരം, എഡിറ്റർ സൈജു ശ്രീധരനാണ്. മ്യൂസിക് ചെയ്തിട്ടുള്ളത് സിദ്ധാർത്ഥ് സതീഷ് ആണ്. സൗണ്ട് ഡിസൈൻ ആൻഡ് മിക്സ് നിഖിൽ വർമ്മ. സൈൻ ലാംഗ്വേജ് കൺസൾട്ടന്റ്, അത് ഈ സിനിമയിൽ വളരെ പ്രധാനമാണ്. വൈഷ്ണവി S മായ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. സൗണ്ട് റെക്കോർഡിസ്റ്റ് ഫ്രാൻസിസ് C ഡേവിഡ് ആണ്. സൗണ്ട് ഡിസൈൻ ആൻഡ് മിക്സ് ചെയ്തിട്ടുള്ളത് നിഖിൽ വർമ്മയാണ്. ഈ പറയുന്ന ഇത്രയും ഘടകങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ഓൾറെഡി സിനിമകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയൊക്കെ കണ്ട് പരിചയിച്ചിട്ടുള്ള മുഖങ്ങളാണ്. KPSC ലീല, വൃദ്ധി വിശാൽ, ഹരിത പാർക്കോട്, ജിൻസ് ഭാസ്കർ, റിനി K രാജൻ, ഉമ KP തുടങ്ങിയിട്ടുള്ളവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരമ്മൂമ്മ, അവർക്ക് കൊച്ചുമോളെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ മകൻ പുറത്താണ്, അവൻ 5-6 വർഷമായിട്ട് നാട്ടിലേക്ക് വന്നിട്ടില്ല. അവസാനം കൊച്ചുമോളെ കാണാനുള്ള കൊതി കൊണ്ട് അമ്മൂമ്മ ഒരു കാര്യം ഒപ്പിക്കുകയാണ്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. ഒരു ഹൊററിൻ്റെ ടെക്സ്ചറുണ്ട്. അതേപോലെ തന്നെ ഈ കൊച്ചുമക്കൾ, പ്രായമായ ആളുകളുടെ ഒറ്റപ്പെടൽ, അതിൽ ഇവർ ഈ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. മക്കളും കൊച്ചുമക്കളും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു വാർദ്ധക്യ കാലത്ത് ഒരാൾ കടന്നു പോകുന്ന കുറച്ച് ചിന്തകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു സമകാലിക സാഹചര്യത്തിനൊക്കെ വരച്ച് കാണിക്കുന്ന ഒരു സിനിമയാണ്. എനിക്കിതിൽ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിലെ പെർഫോമൻസുകളാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തു. വൃദ്ധി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ പ്രായം കൂടി പരിഗണിക്കുന്ന സമയത്ത് ഈ പറയുന്ന സൈൻ ലാംഗ്വേജ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് ആക്ച്വലി ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ്, സൈൻ ലാംഗ്വേജ് പഠിക്കണമെന്നുള്ളത്. കാരണം അതും ഒരു ഭാഷയാണ്. നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരോടും സംസാരിക്കാൻ പഠിക്കുക എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തുള്ള എല്ലാവരോടും സംസാരിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്തയുണ്ട്. ഇംഗ്ലീഷ് ഉപയോഗിക്കാത്ത വിദേശ രാജ്യങ്ങളടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ സൈൻ ലാംഗ്വേജ് നമ്മുടെ ചുറ്റുമുള്ള സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. അത് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് അവരോടും കൂടി കാണിക്കുന്ന റെസ്പെക്റ്റ് അല്ലേ. പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ സൈൻ ലാംഗ്വേജിനെ ഹരിത പറക്കോടും വൃദ്ധി വിശാലും യൂസ് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടാണ്. എനിക്കത് ആ ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ട് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. മറ്റൊന്ന് ഇതിൻ്റെ സൗണ്ടാണ്. ഞാൻ ഹെഡ്ഫോൺ
ഐഫോണിലാണ് ഈ ഷോർട്ട് ഫിലിം കണ്ടത്. അതെനിക്കൊരു വലിയ കാര്യമായിട്ട് തോന്നി. അല്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇവർ ഈ പ്രായമായ ആളുകൾ തമ്മിലുള്ള കോൺവെർസേഷനിൽ കൊടുത്തിട്ടുള്ള ആ എഫക്റ്റ് എനിക്ക് കിട്ടാണ്ട് പോയതിനെന്ന് തോന്നി. ഒരു ക്ലിയർ പരിപാടിയായിരുന്നു. ഒരുപാട് എക്സാജറേറ്റ് ചെയ്തൊരു കാര്യത്തിലേക്ക് പോവാതെ എന്നാൽ ആ പറയുന്നൊരു എലമെൻറ്റ് നിലനിർത്തിക്കൊണ്ട് ആൻഡ് ഷോർട്ട് ഫിലിം എൻഡ് ചെയ്യുന്നത് വേറെ ലെവൽ മാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വേറെ തന്നെ ഒരു സംഭവമുണ്ട്. നിങ്ങളത് കണ്ടു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. ഭൂതായനം വൺ ഓഫ് ദി ബെസ്റ്റ്, ഈ പറയുന്ന 8 ഷോർട്ട് ഫിലിംസിൽ എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഗംഭീര ക്യാമറ വർക്ക്, ഗംഭീര സൗണ്ടിങ്, അടിപൊളി പെർഫോമൻസുകൾ, നല്ല സ്ക്രിപ്റ്റ്, അങ്ങനെ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. സോ നിങ്ങളുടെയും ഭാവി വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. മറ്റൊന്ന് തന്നത എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്, മലയാള ഷോർട്ട് ഫിലിമാണ്. എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഞാൻ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അന്വേഷിച്ച് തുടങ്ങി. പക്ഷേ എനിക്ക് എവിടെയും ഉത്തരം കിട്ടിയില്ല എന്താണ് ഈ തന്നത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ പ്രകടനങ്ങൾ കൊണ്ട് എനിക്ക് എവിടെയൊക്കെയോ നവ്യ നായരുടെ കുറച്ചും കൂടി ഒരു പോളിഷ്ഡ് വേർഷനായിട്ട് ഫീൽ ചെയ്തു. ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിക്കുന്നതിലും ഒക്കെയുള്ള ഒരു പെർഫോമറിൻ്റെ മികവിന് തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണെന്ന് തോന്നുന്നു. ആൻഡ് ഒരുപാട് ആളുകളുടെ ജീവിതത്തിനെ ഒരു കട്ടിലിന് ചുറ്റും തളച്ചിടുന്നത് പോലത്തെ ഒരു സംഭവമാണ്, ജീവിതത്തിലൊരു റിയാലിറ്റിയാണ്. അതിനെ അതിൻ്റെ പെയിനോട് കൂടി തന്നെ അവതരിപ്പിക്കാൻ അവർക്ക് പറ്റി എന്നുള്ളത് ആ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. വീട്ടിൽ തളർന്നു കിടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ഒരു മകള് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ ജീവിതം പോലും മാറ്റി വെക്കേണ്ട ഒരു രീതിയിൽ, കാര്യം തളർന്നു കിടക്കുന്നു, അതിൻ്റെ കൂടെ വേറെയും അസുഖങ്ങളൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പറയുന്നു ആ സിറ്റുവേഷനിലൂടെ പാസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു വീട്ടിൽ വിസിറ്റ് ചെയ്യാനെങ്കിലും പോയിട്ടുള്ള ആൾക്ക് ആ പെയിൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി, അമ്മയോടുള്ള അത്രയും സ്നേഹം, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു കഥാപാത്ര അവതരണത്തിനെ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം. 12 മിനിറ്റാണ് ഇതിൻ്റെ ദൈർഘ്യം. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്സൺ സജി. സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത് സൽമാൻ ഫാരിസ് ആണ്. എഡിറ്റിങ്ങും DIയും ചെയ്തിട്ടുള്ളത് കിരൺ കെ ഷൺമുഖനാണ്. മ്യൂസിക് NT അരുൺകുമാർ ആണ്. ഇതിലെ മകളുടെ വേഷം ചെയ്തിരിക്കുന്നത് ആര്യ സതീശനാണ്. അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സുധ അനിൽകുമാർ ആണ്. കൊച്ചപ്പനായിട്ട് വരുന്നത് രൂപേഷ് രവീന്ദ്രൻ. വേറെയും അഭിനേതാക്കളുണ്ട്. എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതിലെ മകളുടെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന ആര്യ സതീശനാണ്. ഒരുപാട് ദൂരം നിങ്ങൾക്ക് പോകാനുണ്ട്. നല്ല ആക്ടിംഗ് വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക, ഓഡീഷൻസ് കൊടുക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വേഷങ്ങളുണ്ട് എന്ന് ആ അഭിനേത്രിയോടും ആൻഡ് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള കുറച്ചും കൂടി ദൈർഘ്യമുള്ള സിനിമകളിലേക്ക് കടക്കാൻ സമയമായി എന്ന് തിരക്കഥാകൃത്തിനോടും സംവിധായകനോടും പറയാൻ തോന്നിപ്പിക്കുന്ന അങ്ങനൊരു അനുഭവമായിട്ടാണ് എനിക്ക് തന്നത ഫീൽ ചെയ്തത്. മറ്റൊരു ഷോർട്ട് ഫിലിം ഒരു സിനിമാറ്റിക് ലൈനൊക്കെ പിടിക്കാൻ നോക്കിയതാണ്. തീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഈ ഷോർട്ട് ഫിലിമിനെ പ്രതിപാദിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ആര്യ ഭാർഗവൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ടിനി ടോം അടക്കമുള്ള അഭിനേതാക്കളൊക്കെ ഈ സിനിമയിലുണ്ട്. ഒരു പെൺകുട്ടി, അവൾക്കൊരു ഫ്രണ്ട് ഉണ്ട്. അവൾ ഡ്രൈവിംഗ് എടുക്കുന്ന സമയത്ത് തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും ട്രൈ ചെയ്ത് തോറ്റുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും അവൾക്ക് പേടിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഇതിൻ്റെ തീം എനിക്ക് ഗംഭീരമായിട്ട് തോന്നി. ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പരിപാടിയായിരുന്നു. അത് ഒരുപാട് ആളുകളുടെ ചൈൽഡ്ഹുഡ് ട്രോമകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇടിവെട്ട് പരിപാടിയായിരുന്നു. പക്ഷേ അഭിനേതാക്കൾ ഓവറായിട്ട് അഭിനയിക്കുകയും അവരുടെ തന്നെ ബിഗ് ബോസ് മൊമെൻറ്റ്സ് തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നു. ടിനി ടോം അടക്കമുള്ള ആളുകളുടെ ഒട്ടും കൺവിൻസിങ് അല്ലാത്ത പ്രകടനങ്ങൾ, പിന്നെ ഓവർ ക്യൂട്ടസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അങ്ങനെയൊക്കെ പാളിപ്പോയി എന്ന് എനിക്ക് തോന്നിയൊരു സിനിമയാണ്. ഷോർട്ട് ഫിലിമാണ്. കുറച്ചും കൂടി പ്ലാൻ ചെയ്ത് സബ്ജക്റ്റിനോട് കുറച്ചുകൂടി ആഴത്തിൽ നീതി പുലർത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഗംഭീരമാവുമായിരുന്നു എന്ന് തോന്നിയ കുറേ കാര്യങ്ങളൊക്കെ അനാവശ്യമായിരുന്നു എന്ന് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിം നമുക്ക് തരുന്ന എൻഡ് റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അനാവശ്യമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ദി ഐഡിയ അതൊരു ഇടിവെട്ട് പരിപാടിയായിരുന്നു. ഇതിൻ്റെ റൈറ്റർ, ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ദേവകൃഷ്ണനാണ്. DOP ചെയ്തിട്ടുള്ളത് ആൻ്റണി ജോസഫാണ്. എഡിറ്റർ ശ്രീജിത്ത് ശ്രീനിവാസൻ. മ്യൂസിക് ഡയറക്ടർ രഞ്ജിത്ത് മേലപ്പാട്ടാണ്. BGM ചെയ്തിട്ടുള്ളത് എബി സാൽവിനാണ്. പരിപാടി കൊള്ളായിരുന്നു, നല്ല പരിപാടിയായിരുന്നു. പക്ഷേ പെർഫോമൻസ് സൈഡിൽ കൂടി ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് വേറെ തന്നെ ഒരു ഡിസ്കഷൻ ആവേണ്ടിയിരുന്ന കാര്യമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു ഷോർട്ട് ഫിലിം, എനിക്ക് പ്രകടനങ്ങൾ നന്നായി തോന്നിയ ഒരു ഷോർട്ട് ഫിലിമാണ്. ചിത്ര എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഗൗരി ഉണ്ണിമായ അവർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയാണ്. ആൻഡ് പോളി വത്സൻ ഇതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ദീപു ജോസഫ്. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിട്ടുള്ളത് എബി ഡേവിഡ് ആണ്. സിനിമാറ്റോഗ്രാഫി അഭിമന്യു കെ രാജു ആൻഡ് പ്രണവ് രമേഷ് എന്നിവർ ചേർന്നിട്ടാണ്. തേജസ് സതീശൻ എഡിറ്ററാണ്. മൊത്തത്തിൽ ഇതിൻ്റെ വിഷ്വൽ പരിപാടിയൊക്കെ ഭയങ്കര രസമായിരുന്നു. ചിത്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് തുണിക്കടയിൽ ജോലിക്ക് പോയിട്ടാണ് ആ പെൺകുട്ടി ജീവിക്കുന്നത്. അതിനിടയിൽ അവളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പെൺകുട്ടി നേരിടേണ്ടി വരുന്ന
ചില ചോദ്യം ചെയ്യലുകളും ചില ആവശ്യപ്പെടലുകളും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഈ ഷോർട്ട് ഫിലിം ചെന്ന് എൻഡ് ചെയ്തിരിക്കുന്ന പൊസിഷനിലാണ് എനിക്ക് ഒരുപാട് വിയോജിപ്പുകളുള്ളത്. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിയോജിപ്പുകളുള്ളത്. ഏതാണ്ട് സിമിലർ വിയോജിപ്പുകളൊക്കെ തന്നെയാണ് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോഴും തോന്നിയത്. ഒരു സ്ത്രീ, അവർ ഏറ്റെടുക്കുന്ന കുട്ടികൾ, അവർക്ക് തന്നെ ജീവിക്കാൻ നിർവാഹമില്ലാത്ത, യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്തൊരു സ്ഥലം. ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന് പറയുന്ന സിനിമയുടെ വേറൊരു വേർഷൻ ചെയ്താണ്. പക്ഷേ എനിക്ക് ഭയങ്കര വിയോജിപ്പുകളുള്ള ഒരു സംഭവമാണ്. അന്ന് ആ സിനിമ കണ്ടപ്പോഴാണെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുമ്പോഴും ഇന്ന് നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. നിയമപരമായ പ്രൊട്ടക്ഷൻ കുട്ടികളടക്കമുള്ള ആളുകൾക്ക് ഉറപ്പുവരുത്തുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഇതിനെങ്ങനെയാണ് എനിക്കതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കണ്ടെത്താൻ പറ്റുന്നതെന്ന് അറിയില്ല. പക്ഷേ അതുവരെയും ആ ഷോർട്ട് ഫിലിം കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി, അതിൻ്റെ സംവിധാന മികവ്, അവിടെയൊക്കെ എനിക്ക് തീർച്ചയായും ഈ ഷോർട്ട് ഫിലിം നിങ്ങൾ കണ്ടു നോക്കണം, അപ്രിഷ്യേറ്റ് ചെയ്യണം എന്ന് തോന്നി. ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഗൗരി ഉണ്ണിമായ നമുക്കറിയാവുന്ന പോലെ നല്ലൊരു പെർഫോമറാണ്, മികച്ച വേഷങ്ങൾ അവർക്ക് കിട്ടട്ടെ എന്ന ആശംസ കൂടി വെക്കാണ്. മറ്റൊരു ഷോർട്ട് ഫിലിം സ്ലീപ്പ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമാണ്. ഇത് ബഡ്ജറ്റ് ലാബ് ഷോർട്സിൻ്റെ യൂട്യൂബ് ചാനലിലാണ് കിടക്കുന്നത്. നല്ലൊരു തീമായിരുന്നു. കുറച്ചും കൂടി നല്ല പ്രകടനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടി ക്രിസ്പായിട്ട് ആ ഐഡിയ ഒന്ന് നമ്മളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ പറയുന്നത് പെർഫോമൻസ് കൊണ്ട് മോശമാക്കിയെന്നല്ല, പക്ഷേ കുറച്ചും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ടറിൻ്റെ കയ്യിലാണ് പെർഫോമറുടെ ഒരു സംഭവം കൂടിയുള്ളത്. നല്ല പെർഫോമറിനെ കൊണ്ട് മാക്സിമം പെർഫോമൻസ് ഔട്ട്പുട്ട് എടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അങ്ങനെ നോക്കുമ്പോൾ കുറച്ചും കൂടി ആ ഒരു പെർഫോമൻസ് തലത്തിൽ നിന്നിരുന്നെങ്കിൽ. പിന്നെ ഇതിനകത്ത് ഈ ഷോർട്ട് ഫിലിം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ബഡ്ജറ്റിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതുപോലെ ചെറിയ സ്പേസിൽ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്യാനുള്ള എന്ന് വെച്ചാൽ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ഉണ്ട്. ആ വർക്കിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അത് എൻഡ് ചെയ്തിരിക്കുന്നതിൽ കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്ലീൻ ആക്കിയിരുന്നെങ്കിൽ, ആ ഐഡിയ ആളുകളിലേക്ക് കുറച്ചും കൂടി നന്നായിട്ട് എത്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു ഗംഭീര അനുഭവമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്ത ഒരു എക്സ്പ്ലനേഷൻ സൈഡൊക്കെ ഉള്ള ഒരു ഷോർട്ട് ഫിലിമാണ് സ്ലീപ്പ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഷിൻഡു ചീരൻ. സിനിമാറ്റോഗ്രഫി ജോർജി ജോസഫ് ആൻഡ് വിനീത് നായരാണ് ചെയ്തിട്ടുള്ളത്. എഡിറ്റിംഗ് ബാബു രത്നമാണ്. BGM അനൂപ് റോബിനാണ് ചെയ്തിട്ടുള്ളത്. SFX ചെയ്തിട്ടുള്ളത് അനൂപ് റോബിൻ തന്നെയാണ്. സൗണ്ട് മിക്സിംഗ് പ്രശാന്ത് P മേനോൻ. ചെറിയ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് വളരെ നല്ലൊരു ഔട്ട്പുട്ട് എടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തീർച്ചയായും അത്തരം ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുക എന്നുള്ളതും കൂടിയാണ് ഷോർട്ട് ഫിലിംസ് നമ്മൾ കാണുകയെന്ന് പറയുമ്പോൾ അതിൽ സംഭവിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത് നമ്മൾ ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ശ്രമമായിരുന്നു എന്ന് നമുക്ക് ജെനുവിൻലി ഫീൽ ചെയ്യുന്ന ഒരു എഫേർട്ട്. മറ്റൊരു ഷോർട്ട് ഫിലിം, അത് കുറച്ചും കൂടി ഒരു സീരിയസ് നോട്ടിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നി. ആ പേരിട്ടത് മുതൽ എനിക്ക് ഷോർട്ട് ഫിലിമിനോടൊരു ഇഷ്ടമുണ്ട്. ചിരി സമരം എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അപ്പോൾ ഇതിലെന്താണ്, ചിരി സമരം ചെയ്യുന്നതാണോ അതോ ചിരികളില്ലാത്തൊരു സമരമാണോ, എന്താണ് അതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിലാണ് ക്ലിക്ക് ചെയ്തത്. സൈന മൂവീസിൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഷോർട്ട് ഫിലിം ഉള്ളത്. ഒരു സ്ത്രീ, ഒരു പ്രായമായ സ്ത്രീയെ നോക്കിയിരിക്കുന്നു. അവരൊരു കത്ത് എഴുതാണ്. ആ കത്ത് അവരുടെ കൂട്ടുകാരിക്കാണ്. അപ്പോൾ ആ കത്തിലൂടെയാണ് സിറ്റുവേഷൻസ് എന്താണെന്നുള്ളത് നമ്മളിലേക്ക് എത്തുന്നത്. പക്ഷേ ആ കത്തിലെ വരികൾ നമ്മളും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുകയാണെങ്കിൽ, ആ സാഹചര്യം എന്താണ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഡെപ്ത് നമുക്കതിൽ ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നു. ആൻഡ് അതിൻ്റെ കൺക്ലൂഷൻ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാണെങ്കിൽ വീണ്ടും നമ്മൾ കത്ത് ഒന്നുകൂടി കേൾക്കാൻ തോന്നുന്നു. അതായത് ഷോർട്ട് ഫിലിം ഫുള്ള് നമ്മൾ കണ്ടു തീർത്തിട്ട് പിന്നെ നമ്മളൊന്ന് തിരിച്ചു പോയി കേൾക്കാൻ തോന്നിപ്പിക്കുന്ന പോലെ കുറച്ച് സമയം കൊടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ ഇരിക്കേണ്ട ഒരു ഷോർട്ട് ഫിലിം. 15 മിനിറ്റാണ് ഷോർട്ട് ഫിലിമിൻ്റെ ദൈർഘ്യം. അബ്ദുൽ ഖാദർ NH ആണ് ഇതിൻ്റെ ഡയറക്ടർ. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് ചെയ്തിട്ടുള്ളത് അബ്ദുൽ ഖാദർ തന്നെയാണ്. സായി ശങ്കർ K ആണ് ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത്. മ്യൂസിക് കമ്പോസ്റ്റ് ആൻഡ് പ്രോഗ്രാമിംഗ് അമൽ ജോജിയാണ് ചെയ്തിട്ടുള്ളത്. എഡിറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും സായി ശങ്കർ ചെയ്തിരിക്കുന്നു. ഇറ്റ്സ് എ ഗുഡ് എഫേർട്ട്. അങ്ങനത്തെ ഇൻഡെപ്ത് ആലോചനകളും എൻ്റെ അവസാനത്തെ ഒരു അടിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടാവട്ടെ സമൂഹത്തിൽ എന്ന് പറയുന്ന പോലത്തെ, നമ്മൾ തളയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്പേസിൽ നിൽക്കുന്ന ഒരാളുടെ ഫ്രസ്ട്രേഷൻ്റെ എലമെൻറ്റ്സ് ആ പെർഫോമർ ഗംഭീരമായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നി. അമൃത സുരേന്ദ്രനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അവരെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ഷോർട്ട് ഫിലിം, ഇത് നല്ല രസമുള്ളൊരു ഷോർട്ട് ഫിലിമാണ്. ഒരു കൊച്ചു പരിപാടിയാണ്. ബൈ ആര്യ ബൈ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഷോർട്ട് ഫിലിമുകളുടെ ലിസ്റ്റിൽ 2 ഷോർട്ട് ഫിലിമിൻ്റെ ടൈറ്റിൽ ആര്യ എന്ന് പറയുന്ന ഒരു പേരുണ്ട്. ഒരു പയ്യൻ അവൻ്റെ കാമുകിയുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നു. അപ്പോൾ ബ്രേക്കപ്പിൽ നിന്ന് രക്ഷ നേടാൻ എന്ത് വേണമെന്ന് ChatGPT ചോദിക്കുമ്പോൾ യാത്ര പോകാനാണല്ലോ പറയുക. അങ്ങനെ യാത്ര പോകുന്നു. യാത്ര പോയിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഷോർട്ട് ഫിലിമിലും പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ എഡിറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ നല്ല രസമായിട്ട് ആ ഷോർട്ട്സൊക്കെ എടുത്തു വെച്ചിട്ട്, എഡിറ്റിംഗ് പറയുമ്പോൾ അത് ക്യാപ്ചർ ചെയ്തിരിക്കുന്നതുകൊണ്ട് പിന്നെ ആ ഓരോ കട്ട്സിലും അവൻ്റെ എക്സ്പ്രഷൻസ്, ഇതിലെ കേന്ദ്ര കഥാപാത്രം അവൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ റിവീൽ ചെയ്യപ്പെടുന്ന മറ്റൊരു ക്യാരക്ടറുണ്ട്, അവൻ അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ
ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നല്ല രസമുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന പോലെ ഇതിൻ്റെ ഒരു പേസിലേക്ക് നമ്മൾ വരണം കേട്ടോ. അപ്പോൾ ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞ് ഈ ഷോർട്ട് ഫിലിം എൻഡ് ചെയ്യുന്നത് രസമാണ്. ഒരു മ്യൂസിക് ഞങ്ങൾക്ക് കിട്ടി, അടിപൊളി മ്യൂസിക് ആയതുകൊണ്ട് വെക്കുകയാണ് എന്ന് പറയുന്നത്, അതിനൊരു എക്സ്പ്ലനേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ജോളി ആയിട്ടിരുന്ന് കണ്ട ഒരു രസമുള്ള ഷോർട്ട് ഫിലിം എന്ന് എനിക്ക് തോന്നി. ആകെ 1500 പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇറ്റ് ഡിസേർവ്സ് മോർ അറ്റൻഷൻ എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ കുഞ്ഞ് രസമുള്ളൊരു ഷോർട്ട് ഫിലിം, ഒരു ഫോണ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് രസമുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്ന് വെച്ചാൽ ഒരു ഫോൺ മാത്രം വെച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു കുറഞ്ഞ വർക്കായിട്ടല്ല ഞാൻ പറയുന്നത്. ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ക്വാളിറ്റിയിൽ നല്ലൊരു ഔട്ട്പുട്ട് എടുത്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ക്രിയേറ്റഡ് ബൈ ബേസിൽ EV എന്നാണ് അവർ ക്രെഡിറ്റ്സ് കൊടുത്തിട്ടുള്ളത്. സിനിമാറ്റോഗ്രഫി, അഡീഷണൽ എഡിറ്റ്, കളർ ഗ്രേഡിംഗ്, സൗണ്ട് ഡിസൈൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഷാരൻ മാനുവൽ ജോയ് ആണ്. മ്യൂസിക് ബൈ ബേസിൽ EV. പെർഫോമൻസ് ഇതിൽ കൊടുത്തിരിക്കുന്നത് താങ്ക്സ് ടു എന്ന് പറഞ്ഞിട്ടൊരു വലിയ ലിസ്റ്റ് തന്നെ കൊടുത്തേക്കുന്നത്. പ്രണവ്, പത്മനാഭൻ, ഷാരൻ മാനുവൽ ജോയ്, ഇത്രയും പേർക്കാണ് ടൈറ്റിലിൽ ക്രെഡിറ്റ് വെച്ചിട്ടുള്ളത്. നല്ല രസമുള്ളൊരു ഷോർട്ട് ഫിലിമാണ്. ചുമ്മാ ഒരു ഓളത്തിന് വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ട് കാണാവുന്ന ഒരു ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ ഞാൻ ഇതും കൂടി സജഷനായിട്ട് വെക്കുകയാണ്. ഇത്രയാണ് ഈ 8 ഷോർട്ട് ഫിലിമുകളെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. വേദനയിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പഠിക്കുക. ജിമ്മിൽ പോകുമ്പോൾ മസിലിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ ആദ്യം മസിലിൽ മൈക്രോ ഫ്രാക്ചേഴ്സ് ഉണ്ടാവുകയും അത് ഹീൽ ചെയ്യുകയും മസിൽ ഡെവലപ്പ് ആവുകയും ചെയ്യുക എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. ആ വേദനയിൽ നിന്ന് നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരുമെന്നും, പണ്ട് അവൻ എൻ്റെ ഷോർട്ട് ഫിലിമിൽ നിന്ന് പുച്ഛിച്ചതാണ്, എന്നിട്ട് ഞാനിപ്പോൾ ആരുടെ പടം ചെയ്യണമെന്ന് അറിയൂ എന്ന് പറയുന്ന രീതിയിൽ അഹങ്കാരത്തോടു കൂടി തന്നെ പറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ആത്മാഭിമാനമാണ്. അത് കുറച്ച് അഹങ്കാരമായാലും കുഴപ്പമൊന്നുമില്ല. പണിയെടുത്ത് രക്ഷപ്പെടുന്നവന് അഹങ്കാരമൊക്കെ ഉണ്ടാവണമെന്നേ. അങ്ങനെ നാളെ അഹങ്കരിക്കാൻ ആ മുറിവുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവരുടെ ഒക്കെ മികച്ച സിനിമകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ബൈ.